അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ലേലം വിളിക്കാലം. 4 വർഷം മുമ്പ് ലേലം വിളീൻ്റെ വീഡിയോ ഇട്ടതിന് ഇതേ സ്ഥലത്ത് നിന്ന് ഇതേ ഇവിടുന്ന് വീണ്ടും നമ്മളെ ഖത്തറിലൊരു വണ്ടി ലേലം തുടങ്ങിയിട്ടുണ്ട്. വണ്ടികൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേങ്കിൽ എല്ലാം 2008 2009 വണ്ടികളാണ്. അപ്പോൾ ഇപ്രാവശ്യം ഖത്തറിൽ ലേലം വിളീൻ്റെ ഈ വണ്ടികളെക്കുറിച്ച് കുറേ അഡ്വർടൈസ്മെൻറ്റ് ഇട്ടിന് കണ്ടമാന ആൾക്കാർ അറിയാം ലേലം വിളിയുള്ളത്. പക്ഷേങ്കിൽ കുറേ ശ്രദ്ധിക്കേണ്ടതും കുറേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ആവേശം എന്ന് വിചാരിച്ചിട്ട് ലേലം വിളിക്കാൻ വന്നിട്ട് പെട്ടുപോയ പാവപ്പെട്ട കുറേ ആളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടു. കരയുന്ന ആൾക്കാരെ കണ്ടു, അങ്ങനത്തെ കുറേ ആൾക്കാരെ കണ്ടു. പക്ഷേങ്കിൽ അതെല്ലാം പെട്ടുപോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മളൊരു വണ്ടി ലേലം വിളിക്കുന്നത് ഞാനിപ്പം പറഞ്ഞുതരാം. ഈ വണ്ടി ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ നോക്കട്ടെ റെഡിയായിട്ടുള്ള വെള്ളം, എൻജിനുണ്ടോ, ഗിയറുണ്ടോ, ഈ സാധനങ്ങളെല്ലാം ഉണ്ടോ, എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഇതിൽ ഓയിലുണ്ട്, വെള്ളം ഉണ്ടാകുന്ന നോക്കാം. വെള്ളമില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 3 വർഷത്തോളം നിർത്തിയിട്ട വണ്ടിയാണ്. വെള്ളമുണ്ട്, ഈ റെഡിയായിട്ടുള്ള വെള്ളമുണ്ട്. ഇതെല്ലാം നല്ല വണ്ടിയാണ്. അന്നേരം റെഡിയായിട്ടുള്ള വെള്ളമുണ്ട്. ഓയിലുണ്ടോ നോക്കുക. ഓയിലുണ്ടാവും അത്യാവശ്യം എന്തായാലും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച്. ഇത് എൻജിന് കുഴപ്പമില്ല. ഈ വണ്ടീൻ്റെ എൻജിന് എവിടെയും വലിയ ലീക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഒന്നും കുഴപ്പമില്ല. ഇതിന് ഗിയറുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഉള്ളിൽ പോയിട്ട് ഒന്ന് ഗിയറിലിട്ട് നോക്കുക, അടിയിലൊന്ന് കടന്ന് നോക്കുക. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നതല്ല. ഇത് ചിലപ്പോൾ ഒരു 30,000 ഉറുപ്പ്യക്ക് നമുക്ക് കിട്ടും. ഒരു 30,000 ഉറുപ്പ്യക്ക് കിട്ടും എന്ന് വിചാരിച്ചോ. 30,000 ഉറുപ്പ്യക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു 10,000 ഉറുപ്പ്യൻ്റെ പണി കാണണം. അത് നമ്മൾ കാണണം. ഈ ആൾക്കാർ ലേലം വിളിച്ചെടുക്കും. ഈ വണ്ടിയെ പുറത്ത് 55 ഉറുപ്പ്യ കിട്ടും. ലേലം വിളിയിൽ 45 ഉറുപ്പ്യ വരെ ഉണ്ടാവും. 45 ഉറുപ്പ്യക്ക് വിളിക്കും. 45 ഉറുപ്പ്യക്ക് വിളിച്ചിട്ട് ഇതിൻ്റെ പണിയൊന്നും കാണൂല. ഇതിന് ഫുൾ പെയിൻ്റ് അടിക്കണം. 4 ടയർ മാറ്റണം, ഓയിൽ മാറ്റണം, ഗിയർ ഓയിൽ മാറ്റണം. പിന്നെ ഓരോരോ സാധനവും നമ്മൾ കണക്ക് കൂട്ടണം. വൈപ്പറിൻ്റെ ബ്ലേഡ് പോലും നമ്മൾ കണക്ക് കൂട്ടണം. ഇതെല്ലാം പൈസയല്ലേ. ഇത് മൊത്തം കണക്ക് കൂട്ടിയതാണ്. ഇതിൻ്റെ ഒരു പീസ് സാധനം നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിക്കണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കവർ വാങ്ങിക്കണ്ടെങ്കിൽ 100 ഉറുപ്പ്യ, 50 ഉറുപ്പ്യ, 100 ഉറുപ്പ്യ കൊടുക്കണം. ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളൊരു വണ്ടി എടുക്കേണ്ടത്. ഇത് ആൾക്കാർ വന്നിട്ട് ലാൻഡ് ക്രൂസർ പുറത്ത് 50,000 ഉറുപ്പ്യ ഉണ്ട്. എന്നിട്ട് ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാം, കണ്ട അടിയെല്ലാം നോക്കണം. അടിയെല്ലാം നോക്കി അടിപൊളി കണ്ടീഷൻ ആവാൻ വണ്ടിയാണെങ്കിൽ വണ്ടി എടുക്കാവും. ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 ഉറുപ്പ്യ, 60,000 ഉറുപ്പ്യ പുറത്തുണ്ട്, 45,000 ഉറുപ്പ്യക്ക് ഇടുന്ന് വണ്ടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകും. ഇനി ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ സെറ്റില്ല. പിന്നെ വീടിയെല്ലാം കുറേ പൊളിഞ്ഞിട്ടുണ്ട്. അവർ വയറിങ് ചെയ്ത സാധനങ്ങളെല്ലാം ഊരി മാറ്റിയതായിരിക്കും കേട്ടോ. അതാണ് പൊളിച്ചിട്ടിന്. അതുകൊണ്ട് ഇത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, അല്ലാണ്ട് പണിയൊന്നും ആയിരിക്കില്ല. പിന്നെ ഇതെല്ലാം ഈ സെറ്റ് ഇടേണ്ടേക്ക് എത്ര പൈസയുണ്ട്? ഒരു 300 ഉറുപ്പ്യ, 350 ഉറുപ്പ്യക്ക് എൻ്റെ സെറ്റ് ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് വേണം വണ്ടി എടുക്കണ്ടെങ്കിൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ വന്നിട്ട് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 2 ആൾ നിർബന്ധമാണ്. ഒരാൾക്ക് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ 2 ആൾ ഇവിടെ നിർബന്ധമാണ്. കാരണം ആ ടെൻറ്റ് എന്നാൽ ലേലം വിളി ഉണ്ടാവുക. ആ ടെൻറ്റിൽ സ്ക്രീനിലാണ് കാണിക്കുക. ആ സ്ക്രീനിൽ കാണിക്കുന്ന വണ്ടികൾ അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നിട്ട് ഒരാൾ ലേലം വിളിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ ഈടെ കിട്ടുന്ന വണ്ടികൾ നമ്പർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിളിക്കുക. നമ്മൾ ഫുൾ കൺഫ്യൂഷൻ ആകും. പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗിയർ ഉണ്ടാവില്ല, എൻജിൻ ഉണ്ടാവില്ല, ഇങ്ങനത്തെ എല്ലാം പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് വയ്യ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് വണ്ടി എടുക്കുന്നവർ വന്ന് അതിനാണ് 3-4 ദിവസം ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടി സമയം തന്നെ. ഇന്ന് മുതൽ ചെക്ക് ചെയ്യാൻ വേണ്ടി സമയമുണ്ട്. ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് മാർക്ക് ചെയ്തിടുക, ഇത്ര പൈസ വരെ വിളിക്കാൻ പറ്റും എന്നുള്ളത്. അതെല്ലാം ചെയ്തിട്ടിട്ടാകുമ്പോൾ വണ്ടി എടുക്കാൻ പോവുക. എല്ലാണ്ട് വെറുതെ വന്നിട്ട് എന്താ പറയുക, ആവേശത്തിന് വണ്ടി വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറുകളെല്ലാം അടിച്ച് കയറി വന്നിട്ട് വെറുതെ അങ്ങ് വിളിക്കും ആവേശത്തിന്. പുറത്തെ പൈസനെക്കാട്ടിയും കൂടുതലായിരിക്കും ചിലപ്പം വണ്ടി ഇങ്ങനെ നിരന്നുണ്ടായിട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. ലേലം വിളി എങ്ങനെ പോകുന്നു എന്നുള്ള രീതിക്ക് വിളിക്കണം. പിന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് എടുത്താൽ പെട്ട് കുത്തുവാളിയെടുക്കും. ഇനി ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണ്ട, എന്നെക്കൊണ്ടാവുന്നത് പറഞ്ഞു. ഇനി ഞാൻ വേണ്ടിക്കാൻ എൻ്റെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് എൻ്റെ വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യണ്ട. അന്നേരം ഞാൻ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ ചെറിയ വണ്ടികളുണ്ട്, വലിയ വണ്ടികളുണ്ട്. ചെറിയ വണ്ടികൾ ആ സൈഡിലുണ്ട്, അത് വേണ്ടിക്ക് കാണിച്ചു തരാം. ചെറിയ വണ്ടികൾ കുഴപ്പമില്ല, എന്നാലും വലിയ ഓട്ടോ ഓടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത വണ്ടികൾ അവിടെ ഉണ്ട്.
ദിസ് പ്രാഡോ കണ്ടോ, അടിപൊളി പ്രാഡോ ആണ്. ടയറൊന്നും തഴഞ്ഞിട്ടില്ല, നല്ല നിർത്തിയിട്ട വണ്ടിയാണ്. പക്ഷേ എങ്കിൽ സ്റ്റിയറിങ് ഇത് മൊത്തം തഴഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഇതൊരു 3.5 ലക്ഷത്തിൻ്റെ മുകളിൽ ഓടിയ വണ്ടിയാണിത്, 100%. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കലല്ലെങ്കിൽ ഇത് ഓട്ടിക്കുന്നവന് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ആക്കിയത്. നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ആക്സിലേറ്റർ നോക്കാം. ആക്സിലേറ്റർ വലിയ തഴഞ്ഞിട്ട് കാണുന്നില്ല. പിന്നെ കണ്ടീഷൻ വളരെ കുറച്ച് കച്ചറയാണ്. മിക്കവാറും ഇത് 3 ലക്ഷത്തിൻ്റെ മുകളിൽ ഓടീന്. പ്രാഡോ കുഴപ്പമില്ല, മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി. നടന്ന് ഈ മൂലക്കെത്തി 172 അങ്ങനെ ലൈനായിട്ട് ഇട്ടിട്ട് മാറാം. വണ്ടികൾ ചാകര നോക്കി ലാൻഡ് ക്രൂസറിൻ്റെ ലൈൻ നോക്കി, ലാൻഡ് ക്രൂസർ പ്രാഡോ മിക്സഡാണ് കേട്ടോ. ഉള്ളത് എല്ലാം 2008 2009 പ്രാഡോ നോക്കട്ടെ. പ്രാഡോ വണ്ടികളെല്ലാം 2011 കേട്ടോ. കുഴപ്പമില്ല, വണ്ടികളൊന്നും കുഴപ്പമില്ല, കാണുമ്പോൾ ഒന്നും കുഴപ്പമില്ലായിട്ടാണ് കാണണേ. ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ലാൻഡ് ക്രൂസർ എത്രയാണ്? 276 നമ്പർ, 276 നമ്പർ വണ്ടി, 2008. എന്താ ഇത് 2008 ഇത്ര വണ്ടികൾ ഇറക്കി? 2008 വണ്ടി മൊത്തം ഒഴിവാക്കിയെന്ന് കേട്ടോ ഇവർ. എന്താ ചെയ്യുക? ഇപ്പുറത്തെ ഗലിയിലേക്ക് വന്ന് അത്രയും മോഡൽ നോക്കട്ടെ. 20, 21 ഇതെല്ലാം 2008 ആയിരിക്കും. എല്ലാം 2008 മാനുവൽ, 2008 മാനുവൽ, 2008 ഇതെല്ലാം 2008. എല്ലാം പോലീസിൻ്റെ വണ്ടിയാണ്. നല്ല അത്യാവശ്യം നല്ല വണ്ടിയാണെന്ന് വിചാരിക്കുന്നത്. ഓട്ടം കുറവാണെങ്കിൽ രക്ഷപ്പെട്ട്. എല്ലാം 2008 2009 മോഡലാണല്ലോ ഏരിയയിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിളിക്കുമ്പോൾ 2008 ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു 2010 വരെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഇവരെ വണ്ടികൾ. ഇത് 2011 ഓട്ടോമാറ്റിക്. ഇത് കുഴപ്പമില്ല, നല്ല വണ്ടി. അല്ലോ, നിസാം പെട്രോൾ കിടക്കുന്ന കടുപ്പ് നോക്ക്. നിസാം പെട്രോൾ ഒരാർക്കും വേണ്ട, എല്ലാവരും ഇത് പൊട്ടിച്ചിട്ടിനി. ദുബായ്ക്കാറേ വന്നോളി, നിങ്ങൾക്കല്ലേ നിസാം പെട്രോൾ വേണ്ടത്, എടുത്തോളി. 2012 13 നിസാം പെട്രോൾ. അല്ലോ, ഇതെല്ലാം പിടിച്ചിട്ടീൻ്റെ ഇതെല്ലാം കീറീനി. അങ്ങനെ ഓട്ടീനാ, ഓട്ടി തയ്ച്ച് വെച്ചിട്ടുള്ള. ഇത് എൽഫസിയാണ് കേട്ടോ ഫുള്ള്. ഇതെല്ലാം നല്ല കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. ഒരു 3 ലക്ഷം കിലോമീറ്റർ പ്രതീക്ഷിക്കാം നിസാം പെട്രോളെല്ലാം. ഇതൊന്നും ആരും ഇവിടുന്ന് അധികം വിളിക്കൂല. ഒരു 20 ഉറുപ്പ്യക്കും 15 ഉറുപ്പ്യക്ക് 20 ഉറുപ്പ്യക്ക് നിസാം പെട്രോൾ കിട്ടും ഇവിടുന്ന്. 15-20 ഉറുപ്പ്യ ഉറപ്പാണ് നിസാം പെട്രോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എവറേജ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ലേലത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം പറയുന്നത് കേട്ടോ. ഇപ്രാവശ്യത്തെ ലേലത്തിൻ്റെ ഇത് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അഡ്വർടൈസ്മെൻറ്റ് കൂടി എല്ലാ ആൾക്കാരും പാഞ്ഞും കയറി വരുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 2011 ഓട്ടോമാറ്റിക് ലാൻഡ് ക്രൂസർ ഇതൊരു 30-35 വരെ പോകും. 2011 30-35 പോയാലും 10 ഉറുപ്പ്യൻ്റെ പണി അതിമേലുണ്ട്. നിസാം പെട്രോൾ ഡ്രോണ് മുകളിൽ നിന്ന് കറങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. എൻ്റെ ബേക്കിൽ തന്നെയാണല്ലോ വരുന്നത്. എന്താണ് പ്രശ്നം? ഞാൻ അത്ര കള്ളനാ. ഇവിടെ കിലോമീറ്റർ എഴുതിയിട്ടുണ്ട്. ഓൾറെഡി 2022 3 ലക്ഷം കിലോമീറ്ററിൻ്റെ അടുത്ത് ഓൾറെഡി ഇതായിട്ടുണ്ട്. അന്നേരം ഒന്നും നോക്കണ്ട. ഇത് തഴഞ്ഞത് നോക്കിയാൽ മതി. ഇത് പിടിച്ച് തഴഞ്ഞതോ തിന്നതോ, ഇത് പിടിച്ച് തഴഞ്ഞതാണെന്നോ അത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഓട്ടം എത്രയുണ്ടെന്ന്. ഏകദേശം 3.5 ലക്ഷം കിലോമീറ്റർ, മുകളിൽ 4 ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ടാവും. അത്ഭുതമല്ലേ? പോലീസുകാരനോട് ചോദിച്ചാൽ ഒരു വെള്ളം തന്നാണ് കേട്ടാ. താങ്ക് യു പോലീസുകാരാ. ഇവിടെയല്ല, ഈ ഏരിയയിൽ ഫുൾ ആക്സിഡൻറ്റ് വണ്ടികളാണ് ഈ ഏരിയയിൽ ഇട്ടിട്ടുള്ളത്. ഫുള്ള് ടിടിയും പെട്രോളും അതും ഇതും എല്ലാം ആക്സിഡൻറ്റ് വണ്ടികൾ ഫുള്ള് നോക്കാം. ഇതെല്ലാം പോലീസിൻ്റെ തന്നെയാണ്. പക്ഷേ ആക്സിഡൻറ്റ് വണ്ടികൾക്ക് അധികം ഓട്ടോ ഓടിയിട്ടുണ്ടാവില്ല. അടിപൊളി ഫോർച്യൂണർ കുറച്ചുകൂടെ അടിച്ച് പിപ്പിരിയായിട്ട് ഇതെല്ലാം ആക്സിഡൻറ്റ് വണ്ടി. ഇതെല്ലാം 444. ഇതെല്ലാം 5 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ വിളി വരിക. ഒരു ദിവസം മിനിമം ഒരു 100 വണ്ടികൾ, 100-ൽ കുറവ് വണ്ടികളെ വിളി പോകും. കാരണം വൈകുന്നേരം 4 മണിക്ക് മുതലേ വിളി തുടങ്ങാം. പിന്നെ ഒരു 6 മണി 7 ആകുമ്പോൾ വിളി നിർത്തും. ക്യാമറ ഇതെല്ലാം ആക്സിഡൻറ്റ് വണ്ടികൾ. ഈ ഏരിയ മൊത്തം ആക്സിഡൻറ്റ് വണ്ടികളാണ് കേട്ടോ ഫുള്ള്. കുഴപ്പമില്ല. അറബികൾ ആവേശത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളാണ് കേട്ടോ ഇത്. ഈ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാട്ടിലേക്ക് ഇതിൻ്റെ എല്ലാം റേറ്റ് പോകുന്നുണ്ട്. വിളി വമ്പം വിളിയായിരിക്കും ഇതല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുന്ന് കാണേതിന് ഇതിൻ്റെ വിളി. കാരണം ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വണ്ടികൾ.
50-50-50ൻ്റെ മുകളിൽ ഇത് പോകും ഈ വണ്ടികൾ. ഇതാണ് അവർ ഉന്നവിടുന്നത്. നമ്മുടെ സാധാരണക്കാർ വന്നിട്ട് ചെറിയ വണ്ടികൾ നോക്കുന്ന നമ്മുടെ യാരിസ്, ടിഡ, കൊറോള ഇങ്ങനത്തെ കുറേ വണ്ടികളുണ്ട്. ഇതെല്ലാം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഓടിയ വണ്ടികളാണ്. അടിപൊളി, കുഴപ്പമില്ലാത്ത അടിപൊളി വണ്ടികളാണ് കേട്ടോ. അല്ല ഇതൊന്നും പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കി എടുത്തോളാം. ഇതെല്ലാം 338, ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഈ വണ്ടികളിലെല്ലാം ലേലം വരും. കുഴപ്പമില്ല, അടിപൊളി വണ്ടികൾ. ഹൈറെക്സ് ഇതൊന്നും നോക്കി വെക്കണ്ട, ഇതെല്ലാം അറുപേൾ വിളിച്ചു കൊണ്ട് പോകും. ഹൈറെക്സിൽ ഏകദേശം 40,000 റുപ്യേൻ്റെ പ്രതീക്ഷ. എത്ര മോഡൽ? 2009 മോഡൽ മാനുവലാണ്. മാനുവലായതുകൊണ്ട് കുറച്ച് വിളി കുറവ് പോകും. ഹൈറെക്സെല്ലാം ഭയങ്കര റേറ്റ് വിളി പോകും. പിക്കപ്പ് ഈ പിക്കപ്പിന് വലിയ പ്രൈസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ പൈസ ഉണ്ടാവും. ഇതെല്ലാം ചെറിയ പൈസ കിട്ടും. അടിപൊളി. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റും കത്തിയ വണ്ടികൾ വന്നു കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ട മൊത്തം ആക്സിഡൻറ്റും കത്തിയ. മിനിമം ഒരു ദിവസം ഒരു 100 വണ്ടീൻ്റെ താഴെ വിളിക്കും. അത്രേ വിളിക്കാൻ പറ്റും. വൈകുന്നേരം 4 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6 മണി 7 മണി വരെ വിളിയുണ്ടാവും. കത്തിക്കരിഞ്ഞിട്ട് ഏതാ വണ്ടിയെന്ന് പോലും മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ വണ്ടി ഏതാ വണ്ടി? ഇത് ഞാൻ കണ്ടുപിടിക്കും ഇതേതാ വണ്ടിയെന്ന്. കമൻറ്റ് ചെയ്യുമോ നിങ്ങൾ ഏതാ ഇത് വണ്ടിയെന്ന്? ഇത് ടൊയോട്ട യാരിസ്. ഞാൻ പറയുന്ന ടൊയോട്ട യാരിസ്. ബാക്കിയുള്ള അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടാ. മിക്കവാറും അതുതന്നെയായിരിക്കും. കത്തിക്കരിഞ്ഞിട്ട് വണ്ടി. ഇതിൻ്റെ ഉള്ളിലുള്ള ഡ്രൈവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ? വിളി ഇല്ല, എണീച്ചോടിയെന്ന് തോന്നുന്നു. എങ്ങനെയാണ് വിളി ഇങ്ങനെ കത്തുന്നത്? എന്താ കാട്ടെ, വണ്ടി കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ഇവിടെയെല്ലാം മൊത്തം ആക്സിഡൻ്റ് വണ്ടികളാണ് എല്ലാം. ഇവരെ പോലീസിൻ്റെ അടിച്ച് പിപ്പിരിയായ വണ്ടികൾ. പക്ഷേ ഈ വണ്ടികളെല്ലാം എഞ്ചിനും ഗിയറെല്ലാം അടിപൊളിയായിരിക്കും കേട്ടോ. ആക്സിഡൻ്റ് വണ്ടികളായതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളി. ഇത് നമ്മളെ പോലീസിൻ്റെ മറ്റേ ജയിലിലെ പുള്ളികളെ കൊണ്ടുപോകുന്ന വണ്ടി തന്നെ. ഇത് കോർട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നില്ല. ഇതൊന്നാണ് ബോഡിയില്ലാത്ത വണ്ടി. നല്ല മൊഞ്ചുണ്ടല്ലേ, കുഴപ്പമില്ല. ഇത് പിന്നെ നോക്കണ്ട, ഈ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതെല്ലാം അറബികളില്ലേ വിളിച്ച് കൊണ്ടുപോകുന്ന കാണോ. ഈ ലൈറ്റെല്ലാം രാത്രിയൊക്കെ വേണ്ടി കൊണ്ടിട്ട് തരും കേട്ടോ. ഇത് ലേലം വിളിക്കുന്നതല്ല. ആരും ലൈറ്റിന് വേണ്ടി വരണ്ട ഇങ്ങോട്ട്. പറഞ്ഞിട്ടാണോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാമറി, കൊറോള, ടിഡ, പിന്നെ യാരിസ്, പിന്നെ എല്ലാ വണ്ടികളുണ്ട്, ചെറിയ വണ്ടികളുണ്ട്. ഇതിൻ്റെ മോഡലും കാര്യങ്ങളെല്ലാം ഒന്ന് കുറച്ച് ഇതായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം മിക്കവാറും ക്യാമറി 2008 ആയിരിക്കും. 2011 ക്യാമറി. ടിഡ എത്രയാണ്? ടിഡ നമുക്ക് നോക്കാം. ഈ ടിഡ മിക്കവാറും ഒരു ഗസ് ചെയ്യുക. ഇത് 2012 ആയിരിക്കും. നോക്കട്ടെ, നമ്മൾ പറയുന്നത് റെഡിയാന്ന് നോക്കാലോ. ഇത് 2000 ഇതിൻ്റെ ഇത് കൊടുത്തോടോ 2010 കേട്ടോ. 2010 ടിഡിയാണ്. കുഴപ്പമില്ല, അടിപൊളി വണ്ടി. വണ്ടിയുടെ കണ്ടീഷനാണ് കേട്ടോ. ഉള്ളും കാര്യങ്ങളെല്ലാം കണ്ടീഷൻ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലേലം വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടറി എടുക്കലാണ്. പിന്നെ അറിയാത്തവൻ വന്ന് വിളിച്ചാൽ ചിലപ്പം പെടും, ചിലപ്പം രക്ഷപ്പെടും. ഇത് 2009 ആയിരിക്കേ. ഏതെങ്കിലും ഒന്ന് ശരിയായിട്ട് ഞാൻ പറയുന്നത് കാണുന്നില്ലല്ലോ. അതിൻ്റെ ഇത് കാണുന്നില്ല. നമുക്ക് 2009 കൂട്ടാം. പിന്നെ കുഴപ്പമില്ല. ടിഡ, കൊറോള, ടിഡ, കൊറോള, ടിഡ, കൊറോള, ടിഡ. അടിപൊളിയാട്ടോ. കുറേ വണ്ടികളുണ്ട്. ഈ കൊറോളയെല്ലാം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട. ഒരു ചെറിയൊരാൾക്ക് അത്യാവശ്യം കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. 2005 എന്തല്ലോ ഇതിൻ്റെ ഇതെല്ലാം പറിച്ചാടീന്. അല്ല മാനുവലാണ്. അങ്ങനെയല്ലാന്ന് സംഭവം ഉള്ളത്. ഇങ്ങനെയല്ലാന്ന് സംഭവം എടുത്തത്. അടച്ചവനെ അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പുറത്തെ യാർഡിലും ഉണ്ട്. ഞാൻ മറന്നുപോയി. ഈ യാർഡിൽ മാത്രം ഇത്ര വണ്ടികളുണ്ട്. അല്ലോ 600 സംതിങ്. അന്നേരം 600-700 സംതിങ് വണ്ടികളുണ്ടല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തിനകത്ത് കൂടുതലാണെന്നില്ല. ഈ യാർഡിലെ വണ്ടി ഞാൻ ഓർമ്മയില്ല കേട്ടോ. ഈ യാർഡിൽ കുറച്ച് പുതിയ മോഡലായിരിക്കും മിക്കവാറും. നോക്കട്ടെ. ഈ യാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ. അല്ലോ 2011 വെറുതെ അല്ല, ഇങ്ങോട്ടാണ് കേട്ടോ പുതിയ വണ്ടികളുള്ളത്. 2011 ലാൻഡ് ക്രൂസർ 2011. ഇതൊരു അടിപൊളി വണ്ടിയാണ്. ഇതൊരു ഓഫീസർ യൂസ് ചെയ്ത വണ്ടിയായിരിക്കും കേട്ടോ, ഉറപ്പാണ്. ഇതേതൊരു ഓഫീസർ യൂസ് ചെയ്ത വണ്ടിയാണ്.
ഇത് 2010, കുഴപ്പമില്ല. 2010. അയ്യോ, ഇത് അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. 2010-11. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് പുതിയ മോഡൽ വണ്ടികളുണ്ട് കേട്ടോ. 2009 ആണല്ലോടാ. എന്ത് പരിപാടിയാണ്, പുതിയ മോഡൽ വണ്ടികളായിട്ടല്ലേ. ഇവിടെയെല്ലാം നല്ല അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ, പുതിയ മോഡൽ. കുഴപ്പമില്ല. ഇത് നോക്കട്ടെ, 2011 കേട്ടാ. ഇവിടെ 2011-12 വണ്ടികളുണ്ട്. ഈ പ്രാഡ നോക്കട്ടെ. ഇതെല്ലാം എന്താ വൃത്തി വണ്ടി നോക്കറ. ഈ വണ്ടി ഏതാ വൃത്തി എന്നറിയാം. വണ്ടി പുറം കണ്ടു കഴിഞ്ഞാലേ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. പക്ഷേങ്കിൽ ഷാർട്ടാക്കിയാലേ എല്ലാം പറയാൻ പറ്റും. 2008 മോഡൽ. ഇവിടെ എന്തോ ഇസ്റ്റിമാറുണ്ട്. 2009. ആ ഇസ്റ്റിമാറിൽ 2009 ഉണ്ടാവും കേട്ടോ. ചേസ് നമ്പറിൽ 2008 കണ്ട ഇസ്റ്റിമാറിൽ 2009 വണ്ടി ഉണ്ടാവുക. എല്ലാവരും ശ്രദ്ധിച്ചോ. അന്നേരം ഇസ്റ്റിമാറിൻ്റെ ഇതാണ് നോക്കേണ്ടത്. ഇവിടെ 2008 ഉണ്ടാവുക. ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ. റൂഫുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി V8 V6 ഇത് V6 ആണ്. V6 കൂടുതൽ കാണുന്നത്. കുഴപ്പമില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ട്രാഫിക് പോലീസിൻ്റെ വണ്ടികളെ കാണുന്നുണ്ട്. ട്രാഫിക് പോലീസിൻ്റെ വണ്ടിക്ക് എന്തിനാണ് മാർക്കറ്റിന് വരും. എന്ത് പരിപാടിയാണ് അല്ല. ഇതെല്ലാം ട്രാഫിക് പോലീസ് കുത്തിപ്പൊളിച്ചിനല്ല. എന്താണ് പരിപാടി. ഇത് ഇത്രയാണ് മോഡൽ. 2012 മോഡൽ പ്രാഡ കേട്ടോ. കുഴപ്പമില്ല. പ്രാഡ എല്ലാം നല്ല ഇതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻജിൻ്റെ ആടെയും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ പണ്ട് ബലതിയ ലേലത്തിൽ നോക്കുമ്പോൾ ബലതിയൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ റൂമെല്ലാം നല്ല വൃത്തി കാണുന്നുണ്ട്. ഇനിയെല്ലാം പിന്നെ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഷാർട്ടാക്കിയാലേ എന്തെങ്കിലും പറയാൻ പറ്റും. ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു ഫോർച്യൂണർ ഉണ്ട്. നമുക്കൊരു ഫോർച്യൂണർ നോക്കാം. ഫോർച്യൂണറിന് ഇത് അധികം ഓടിയിട്ടുണ്ടാവില്ല കേട്ടോ. ഇതെല്ലാം ഇവരെ പ്രൈവറ്റായിട്ട് ഉപയോഗിച്ച വണ്ടികളായിരിക്കും. ഫോർച്യൂണറിൻ്റെ പിന്നെല്ലാം അടിച്ചു മാറ്റി. ഇനി പിന്നെല്ലാം കട്ട് തിന്നിന് ആരാ ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബല്ലാലും തമ്പുരാനെ. 2012 മോഡൽ ഫോർച്യൂണർ. 2012 മോഡൽ ഫോർച്യൂണറിൻ്റെത് നമുക്ക് എൻജിനൊന്ന് നോക്കാം. ഫോർച്യൂണറിൻ്റെ എൻജിൻ മാത്രം നോക്കിയില്ല എന്ന് പറയണ്ട. ബാക്കി എല്ലാ വണ്ടീൻ്റെ എൻജിൻ നമ്മൾ നോക്കിയിനി. ഫോർച്യൂണറിൻ്റെ എൻജിനും കൂടി നമ്മൾ കാണിച്ചു തരാം. നല്ല ഫോർച്യൂണറിൻ്റെ എൻജിന് മോഞ്ചുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ. പൊടി പിടിച്ചത് മാത്രമേ ഉള്ളൂ. എൻജിൻ്റെ ഉള്ളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. ഭയങ്കര ക്ലീനാണ്. അത്യാവശ്യം എല്ലാ വണ്ടികളും തുറന്നു നോക്കിയാൽ എനിക്ക് ഈ അനുഭവമാണ് കിട്ടിയത്. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് എൻജിന് കാണുന്നത്. ഇതൊരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഷാർട്ടാക്കി ഇസ്റ്റിമാറി എടുത്ത് അങ്ങ് പുറത്തിറക്കേ വേണ്ടു. ഒന്ന് കഴുകിയിട്ട്. കാരണം ഈ വണ്ടിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ വണ്ടി ഇവിടുത്തെ ബോസോ മുതലാളിയോ ഉപയോഗിച്ച വണ്ടികളായിരിക്കും. മുതിർമാർ ഉപയോഗിച്ച വണ്ടികളായിരിക്കും. ഇത് പുറത്തോടിയ വണ്ടികളല്ല. അതാണ് ഈ വണ്ടീനുള്ള പ്രത്യേകത. ഈ വണ്ടി നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് വെറും V6 ആണ്, മോഡലാണ്. നിങ്ങൾക്ക് വെറും ഇതൊന്ന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടിക്ക് നല്ല വില പോകാൻ സാധ്യതയുണ്ട്. പിരാന്തന്മാരുണ്ട് കുറേ വെറുതെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവരെടുത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഓ മൈ ഗോഡ്, ഈ വണ്ടിൻ്റെ എൻജിൻ റൂം നോക്ക്. എൻ്റെ മോനെ എന്താ ക്ലിയർ. ചെറിയൊരു ലീക്കിൻ്റെ ഒരു ഇത് കാണണം. അതൊന്നും വലിയ വിഷയമുള്ളതല്ല. ഓടുന്ന വണ്ടിയല്ലേ ഇത്. ഏകദേശം ഞാൻ പറഞ്ഞത് ഇത് ഏകദേശം എത്ര ഓടിയ വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു 2 ലക്ഷം ഓടിയ വണ്ടിയായിരിക്കും ഇത്. ഇത് നമുക്ക് ഒരു സാധാരണക്കാരൻ മലയാളിക്കാണെങ്കിൽ ഇത് നമുക്ക് ഏകദേശം നിങ്ങൾക്കൊരു 50,000 ഉറുപ്പ്യ കൊടുത്ത് വിളിച്ചു കഴിഞ്ഞാലില്ലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓട്ടാം. ഒരു സാധാരണക്കാരൻ, ഒരു മലയാളി, ഒരു ലാൻഡ് ക്രൂസർ നോക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഒരു 50,000 ഉറുപ്പ്യ കൊടുത്ത് എടുത്താൽ നിങ്ങൾക്ക് മുതലാവും. അതേപോലത്തെ ഒരു വണ്ടിയാണ് ഇപ്പുറം ഉള്ളത്. കാരണം ഇതിനൊന്നും കൂടുതൽ നിങ്ങൾക്ക് പണി വരില്ല. ബാറ്ററി മുട്ടിക്കുക, ടയർ മാറ്റുക, ഇങ്ങനത്തെ ചെറിയ പണികളെ വരും. എടുക്കുന്നവർക്ക് ഇങ്ങനത്തെ വണ്ടികളെല്ലാം വിളിച്ചെടുക്കുക. പിന്നെ ഇങ്ങനത്തെ വണ്ടികളെല്ലാം എടുക്കുമ്പോൾ ഫുൾ പെയിൻ്റ് അടിക്കണം. ഒരു 10,000 ഉറുപ്പ്യ വണ്ടിൻ്റെ മുകളിൽ ബഡ്ജറ്റ് കാണണം. അതേപോലെയാണ്. അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ. ഞാൻ വെള്ളം എടുക്കാണ്ട് വന്ന് അത് മണ്ടത്തരായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം അനുഭവമുള്ള ഞാൻ വെള്ളം എടുത്തിട്ട് ഇവിടെ വരാൻ പാടുള്ളൂ. അതെൻ്റെ ഒരു വലിയ വീഴ്ചയായിപ്പോയി. ദാഹിച്ചിട്ട് മരിക്കുന്ന മനുഷ്യന്മാർ.
ഞാൻ അങ്ങോട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഐഡിയ ആടെയാണ് ഉള്ളത്. ഒരു കാർഡാണ് ഇപ്പം തന്നിന് ഐഡിക്ക് പകരം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാട്ടാ ഡ്രോണ് മുകളിൽ നിന്ന് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഒരു കാർഡാണ് തന്നെ നമ്മൾ ഐഡിയ ആടെ വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാർഡ് എടുത്ത് പിടിച്ച് കാണിച്ചത്. കാർഡിന് എന്നാണ് ഇത് കാണാത്തത്? ഈ കാർഡാണ് നമുക്ക് തന്നെ. ഈ കാർഡ് കൊടുക്കാണ്ട് നമുക്ക് ഐ ഡി തിരിച്ചു കിട്ടൂല. ഈ കാർഡ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അയ്യോ, ഈ അൽഫസലിൽ എത്രയോ വിളി. അൽഫസൻ്റെ വണ്ടികൾ 2012 വണ്ടിയാണെങ്കിലും ഇത് ഏകദേശം 3-3.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പ്. അൽഫസൻ്റെ വണ്ടികളെ, ട്രാഫിക്കിൻ്റെ വണ്ടികൾ എനിക്ക് വലിയ അറിയില്ല. അൽഫസൻ്റെ വണ്ടികൾ ഓടിയിട്ടുണ്ടാവും. ഇത് കുറച്ച് കുഴപ്പം പിടിച്ച വണ്ടിയാണല്ല. ഈ വണ്ടി കുറച്ച് കുഴപ്പം പിടിച്ച വണ്ടിയാണ്. ഇത് മൊത്തം അൽഫസൻ്റെ വണ്ടിയാണ് കേട്ടോ. അൽഫസൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോട്ടുമേലിട്ട് ഓടാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പുറത്തെടുത്തിട്ടാകുമ്പോൾ എന്തെല്ലോ പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി ഇവരുടെ അടുത്ത് എന്തെല്ലോ സൈനെല്ലാം വാങ്ങേണ്ടതുണ്ട് അൽഫസൻ്റെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയെല്ലാമാണ് കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറം കയറിയാൽ പിന്നെ കുറച്ച് വലിയ വണ്ടികളുടെ സംഭവമുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നടന്ന് നമ്മൾ ഏകദേശം എല്ലാ വണ്ടിയും കാണിച്ചെന്ന്. അതിലിടക്ക് നമ്മളതാ കുറച്ച് മലയാളീസിനെ കണ്ടിട്ടുണ്ട്. വണ്ടി നോക്കാൻ വന്നവരാണ്. ഹായ്, എന്തെല്ലാന്ന് വിശേഷം? സുഖമല്ലേ? എവിടെയാണ് പറഞ്ഞത്? കൊച്ചി. പേരെന്തിനാ? അർഷാദ്. ഇവിടെയും 2 ദാദമാറുണ്ട്. വണ്ടീൻ്റെ ഉസ്താദ് സാഹു. കൊച്ചിയിലെവിടെയാണ്? എറണാകുളം. കാക്കനാട്. അന്നേരം വണ്ടിയെല്ലാം നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ലേലം അല്ലേ? അബുദാബി ടിക്കറ്റും ഇതെല്ലാം പോലെ ഖത്തറിലൊരു ചെറിയ വണ്ടി ലേലത്തിൻ്റെ ടിക്കറ്റ് ലോട്ടറി കിട്ടിയില്ലെങ്കിൽ ചട്ടി ഇല്ലെങ്കിൽ പോയി. അതായത് കുഴപ്പമില്ല, വണ്ടികളെല്ലാം കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു നമ്മൾ. പിന്നെ ബഡ്ജറ്റായിട്ട് നമ്മൾ സ്വന്തം ഒരാൾക്ക് ഉപയോഗിക്കുന്ന, നിങ്ങൾക്കിപ്പോൾ ഉപയോഗിക്കാൻ ഒരു വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇപ്പം ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നോക്കി വെച്ചിട്ട് ലാസ്റ്റത്തെ വിളി എങ്ങനെയാണെന്നുള്ളതിലാണ് നമ്മളെ ഇത് കാല്. പിന്നെ സ്വന്തം ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു ലാൻഡ് ക്രൂസർ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വണ്ടിക്ക് 2008 വണ്ടിക്കെല്ലാം ഒരു 40 ഉറുപ്പ്യെല്ലാം കൊടുത്താൽ കുഴപ്പമില്ല. എനിക്കൊരു പുറത്തുനിന്ന് എടുക്കുന്നതിനെക്കാട്ടി ഒരു 10 ഉറുപ്പ്യ ലാഭം കിട്ടും. ഒരു നല്ല കണ്ടീഷൻ വണ്ടി. അതും പറയാൻ പറ്റില്ല. നമ്മൾ വണ്ടി ഷാർട്ടാക്കിയിട്ടേ ഒന്നും ഇതിൻ്റെ വിവരം അറിയാൻ പറ്റും. കറക്റ്റ് അറിയാൻ പറ്റും. മെക്കാനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാലും അവനിക്ക് ഈ പുറത്തുള്ള സംഭവമല്ലേ നോക്കാൻ പറ്റൂ. ഇത് സ്റ്റാർട്ട് ചെയ്താലേ അതിൻ്റെ നല്ല തിരിയും. എല്ലാവരും ഉണ്ട് കേട്ടോ, കണ്ടമാനം ആൾക്കാരുണ്ട്. ഇന്ന് മുതലാണ് തുടങ്ങിയതിന്. എന്തായാലും എല്ലാവർക്കും നല്ല വണ്ടികൾ കിട്ടി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കാം ഈ വർഷം. ഇൻഷാല്ലാ കാണാം വാട്സപ്പ്. അതെ, അന്നേരം ഇങ്ങനെയാണുള്ളത് കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ആടത്ത് പുറത്തിറങ്ങി ഐഡി കൊടുത്തു, ഐഡി തിരിച്ചു തന്നു. ഇനിയിപ്പോൾ ലേലം വിളിക്കുന്ന സമയത്ത് പൈസ കെട്ടാണ്ട് ഉള്ളിൽ കയറാൻ കഴിയില്ല. അത് പിന്നെ 3000 ഉറുപ്പ്യാവെന്ന് വിചാരിക്കുന്നു. 3000 ഉറുപ്പ്യ തന്നെ ആയിരിക്കും മിക്കവാറും. പിന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാം. എൻ്റെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെറിയ വിശേഷങ്ങൾ. ഏകദേശം ഒരു വണ്ടി എടുക്കേണ്ട ആൾക്ക് ഇവിടെ വരുന്നവർക്കുള്ള ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി മനസ്സിലാകാത്തവർ ഞാൻ പറഞ്ഞില്ല, എൻ്റെ നമ്പർ താഴെ കൊടുക്കാം. പരമാവധി വാട്സപ്പ് ചെയ്യുക. അന്നേരം ഞാൻ പറ്റുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് തരാം. ഇതാണ് ചെറിയ വീഡിയോ. അന്നേരം മറ്റൊരു നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.